രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. ഞാൻ പച്ചാളം ഭാസി, രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം. എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി, പോയിക്കൊള്ളൂ. എന്താ ഇത്? ശീർഷാസനത്തിൽ നിന്ന് നേരിട്ട് ശവാസനത്തിലേക്കോ? ബാക്കിയുള്ള ആസനം ഞാൻ പിന്നെ ചെയ്തോളാം. ആരാ വാതിലിൽ മുട്ടിയത്? എന്തോ ഒരു പേര് പറഞ്ഞു. സുഹൃത്താണത്രേ. ഉദയനോ ഭാനുവോ. ആസനത്തിലാണെന്ന് പറഞ്ഞാൽ വാതിലടച്ചു. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം. 1 തക്കാളി ഇടാം. പിന്നെ കായവും കുരുമുളകും ചേർക്കണം. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. രസമുണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്. അത് കിട്ടും. മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇയാളൊരു മാരിമാടോ. ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? മംഗലശീലേ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്കു വേണ്ട. കവിൾ, പുരികങ്ങൾ, വിശേഷാൽ കണ്ണിണ, ഇവതാൻ വേണം രസമുളവാക്കാൻ. അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. ഞാൻ അടുത്ത് വരൂ. കരുണം ഇതുപോലെ കാണിക്കൂ.